എടുക്ക നിങ്ങൾ അയച്ചാലും ഒരു രക്ഷയില്ല. അത് ആരും നോക്കാണ് മണിയാണെങ്കിൽ ഞാൻ അവിടെ വെള്ളം വരുന്നിട്ടാന്ന് പറഞ്ഞു. ഇനി വരാൻ പോകും. ഞാൻ അവർ ആളെ വെള്ളം വരുന്നില്ല. എനിക്ക് വെള്ളം കിട്ടുന്നില്ലല്ലോ. വെള്ളം കിട്ടുന്നില്ല. ഇവിടെ പൊട്ടി ഇവിടെ എന്തോ അതേ ഇളകിയിട്ടോട്ട് പോകും. അല്ല കുഴി വെട്ടിയ ശേഷം ഇവിടെ കൊട്ടി വെട്ടിയില്ലേ ഇവിടെ വെച്ചല്ലേ തിരിച്ച് അത് ഇളകിപ്പോയി പോകും. വെള്ളം വരണില്ല. വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ സ്വാമി പറഞ്ഞ മുഴുവൻ എടുത്തോണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുകയാണെന്ന് സ്വാമി പറയുന്നത് കേട്ടോ. നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. പോയി കാണും. ഇപ്പോൾ ഓരോ വീട്ടുകാരും 500-1000 രൂപ കൊടുത്ത് ലൈൻ നന്നാക്കേണ്ട. 1000 രൂപ കൊടുത്ത് നന്നാക്കി. 1000 രൂപ കൊടുത്താലേ നന്നാക്കുള്ളൂ. പൊട്ടിപ്പോയി. ആ ലൈൻ പൊട്ടിപ്പോയി. ഇപ്പൊ ഇവിടെ വെള്ളം കിട്ടാത്ത എത്ര വീടുണ്ട് ഇതിനകത്ത്? ഒരു 3-4 വീട്. വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പ്ലംബേഴ്സിനെ കൊണ്ടുവന്ന് പൈപ്പ് ലൈൻ നന്നാക്കേണ്ട ഗതികേട്. സർക്കാർ തലത്തിൽ ഇതേപോലെ വന്ന് വെട്ടി കുഴിച്ച് അങ്ങ് ഇട്ടിട്ട് പോകും. പൈപ്പും പൊട്ടിച്ച് അവസാനം നാട്ടുകാരും വീട്ടുകാരും വന്ന് നന്നാക്കേണ്ട സ്ഥിതി കണ്ടല്ലോ എല്ലാവരും. ഗ്യാസിന് വേണ്ടി എടുത്ത കുഴിയാണ്. ഗ്യാസ് കണക്ഷന് വേണ്ടി എടുത്ത കുഴിയാണ്. എല്ലാ സ്ഥലത്തും എടുത്ത കുഴിയൊക്കെ മൂടി. ഇവിടെ മാത്രം ഈ പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം കാരണം ഇവിടെ മൂടാതെ അങ്ങനെ എത്തിക്കുകയാണ്. ആ സ്വാമി പറഞ്ഞാൽ എല്ലാവരും കേട്ടല്ലോ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത് മുഖ്യമന്ത്രിയും നമ്മുടെ വകുപ്പ് തല മന്ത്രിമാരും എല്ലാവരും ഇത് ഇക്കാര്യം അറിയണം. അറിഞ്ഞ് അതിന് അവർക്ക് നാട്ടുകാർക്ക് ന്യായമായ ഒരു പരിഹാരം തേടിക്കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് എത്രയും പെട്ടെന്ന് ന്യായമായ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ആയാലും ശരിയെന്ന് ഇത് പൊതുമരാമത്തായാലും ശരിയെന്ന് ഒന്ന് നന്നാക്കിയിട്ട്. ഇത് സ്ഥലം വന്ന് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്താണ്. ഭഗവതി ലൈൻ എന്നാണ് ഈ ലൈനിൻ്റെ പേര്. ഇവിടെ ഉള്ള 3-4 വീട്ടിൽ വെള്ളം മുടങ്ങി കിടക്കുകയാണ് ഒരാഴ്ചയ്ക്ക് ഒന്നല്ല, ഒരു 10-20 ദിവസമായിട്ട്. ഇവർക്കൊന്നും ബോറിംഗ് സൗകര്യമൊന്നുമില്ല. ഇത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. മാസം തോറും ബില്ല് മാത്രം 160, 200, 300, 400 കറക്റ്റായിട്ട് റീഡിങ് എടുത്ത് ബില്ലെടുക്കും. അത് മാത്രം പൈസകൾ കറക്റ്റായിട്ട് അടയ്ക്കും. പക്ഷേ വെള്ളം വരുന്നത് ഒരു മാസത്തിൽ 5 ദിവസം 10 ദിവസം മാത്രം. അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വെട്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവർ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് പെട്ടെന്ന് തന്നെ ഉചിതമായ നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി വീണ്ടും അഭ്യർത്ഥിച്ചു. BSR വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി രമേശ്.